ഒത്തിരി സന്തോഷമായി നിങ്ങളെല്ലാവരും കൂടെ ചേർന്നപ്പോൾ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ എന്ത് കാര്യത്തിനും നമുക്ക് ഈ ലോകത്ത് ഭാഷാഭേദമന്യേ എല്ലാ കാര്യങ്ങൾക്കും ആപ്പുകളാണ് ഇപ്പോൾ, അല്ലേ? എന്ത് കാര്യത്തിനും നമുക്ക് ആപ്പുകളുണ്ട്, ശരിയല്ലേ? ഇന്ന് വരില്ല അമർത്തിയാൽ എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് വരും. നമ്മളൊരു ശീലമായി, ശരീരം അനങ്ങാൻ ഒട്ടും ആവശ്യമില്ലാത്തൊരവസ്ഥ. ഇനി ഞെക്കി കഴിഞ്ഞാൽ വരും, അല്ലേ? മനസ്സമാധാനം കിട്ടാൻ ഒരു ആപ്പുണ്ട്. മനസ്സമാധാനം കിട്ടാൻ ഉണ്ടോ ചേട്ടാ? ഈ നേരം വെളുത്ത ആദ്യ പിടിക്കൽ തന്നെയല്ലേ? അവിടെ കാശ് കൊടുക്കണം, റെന്റ് കൊടുക്കണം, വാടക കൊടുക്കണം, ബ്ലേഡിന്റെ പലിശ കൊടുക്കണം, ബാങ്കിൽ ലോൺ അടയ്ക്കണം. ഇത് തന്നെയല്ലേ ടെൻഷൻ. ഉള്ളവനാണെങ്കിലോ രോഗദുരിതങ്ങളെക്കുറിച്ചുള്ള ആദി, സമാധാനമായിട്ട് മക്കളെക്കുറിച്ചുള്ള ആദി, സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? നേരം വെളുത്ത എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെയാ, അല്ലേ? സമാധാനമായിട്ട് ജീവിക്കാനുള്ളൊരു ആപ്പ് എന്താണെന്നറിയോ? ഏറ്റവും വലിയൊരു ആപ്പാണ് ഇത്, ഈ സത്സംഗം. ക്ഷേത്രമുറ്റങ്ങളിൽ ഒത്തിരി ഭക്തി പ്രധാനങ്ങളായ പരിപാടികൾ ധാരാളം നടക്കുന്നു. ഭജൻസ് ആയാലും എന്ത് കാര്യങ്ങളായാലും ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുന്ന ഒത്തിരി കർമ്മങ്ങൾ ക്ഷേത്ര ഉത്സവങ്ങളിൽ നടക്കുന്നുണ്ട്. അവിടെ വന്നിരിക്കുക, കേൾക്കുക, കാണുക, കൂടെ പാടുക, ആടുക. ആ 2 മണിക്കൂർ 2.5 മണിക്കൂർ നേരം എന്തായാലും സമാധാനം തന്നെയാണ്. ഒരു ടെൻഷനും ഇല്ല. നിങ്ങൾ മൊബൈൽ വരെ നോക്കില്ല, എനിക്കറിയാം. നമ്മളൊരു പരിപാടി കാണാനാണ് ഇരിക്കുന്നത്, മൊബൈൽ നോക്കുവാനാണെങ്കിൽ വീട്ടിലിരുന്നാൽ പോരെ. ഏറ്റവും വലിയൊരു ആശ്വാസമാണ് അത്. തീർച്ചയായും നാളെ നേരം വെളുക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷപ്രദമായ ഒരു വാർത്ത എല്ലാവർക്കും ഉണ്ടായിരിക്കും, ഒരു സംശയവും വേണ്ട. അത് കലാകാരന്റെ കഴിവൊന്നുമല്ല, ഭഗവാന്റെ ഭഗവതിയുടെ സാന്നിധ്യം നമ്മുടെ പരിപാടി സ്ഥലങ്ങളിലുണ്ട്. പണ്ടൊക്കെ ക്ഷേത്രമുറ്റങ്ങളിൽ ഓടിക്കളിച്ച് വീണ് ചാടിയൊക്കെ വളർന്നവരാണ് നമ്മൾ. നമ്മുടെ മക്കളോ നമുക്ക് നേരില്ലേ? ആപ്പ് അന്വേഷിച്ച് പുതിയ ആപ്പ് എങ്ങനെ വയ്ക്കാമെന്ന് അന്വേഷിച്ച് നടക്കാം മക്കള്, അല്ലേ? നമ്മളൊക്കെ ഒരുപാട് ക്ഷേത്രമുറ്റങ്ങളിൽ വീണും ഉരുണ്ടും ഓടിക്കളിച്ചും കള്ളനും പോലീസും ഒക്കെ കളിച്ച് വളർന്നതാണ്. ക്ഷേത്രമുറ്റത്തെ ക്ഷേത്രപാഠങ്ങളിലൊക്കെയാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനൊന്നും സമയമില്ലാത്ത അവസ്ഥ. നമ്മുടെ വീട്ടിലുള്ള മക്കളെങ്കിലും വന്നാൽ, നമ്മൾ പരിപാടി സ്ഥലങ്ങളിലൊക്കെ 30 മുകളിൽ പ്രായമുള്ളവരെ ഓഡിയൻസ് ആയിട്ടുള്ളൂ. മക്കൾക്ക് നേരമില്ല. കാരണം 2 മണിക്ക് ബർഗർ കഴിക്കാനും കുഴിമന്തി കഴിക്കാനും ടൗണിൽ പോകണം. അർദ്ധരാത്രി 2 മണിക്ക്. നേരം വെളുക്കുന്നതന്നെ ഉച്ചയ്ക്ക് 12 മണിക്ക്. ആ ഒരു അവസ്ഥയാണ്. നമ്മുടെ വീട്ടിലെ മക്കളൊക്കെ ഈ ക്ഷേത്രമുറ്റങ്ങളിൽ വന്നാൽ ഒരാളും വഴിതെറ്റാതെ കേടുകൂടാതെ ജീവിതയാത്ര തുടർന്നാൽ എല്ലാവർക്കും സാധിക്കും. കൂടെ കൂടിയതിന് ഒത്തിരി നന്ദി. അടുത്ത ഗാനത്തിലേക്ക് കിടക്കാം. നമ്മൾ ഒരേ ഛായയിൽ ഒത്തിരി മനുഷ്യന്മാരുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സംഗീതത്തിലും ഒരേ ഛായ തോന്നിക്കുന്ന ഒത്തിരി ഗാനങ്ങളുണ്ട്. മഹാരഥന്മാരിറക്കിയിട്ടുള്ള ഭക്തി ഗാനങ്ങൾ, ഒത്തിരി പ്രശസ്തങ്ങളായ ഗാനങ്ങൾ, അവയെല്ലാം ചേർത്ത് ഒരു ചെയിനായിട്ട് പാടി അടുത്ത ഒരു ഗാനം സമർപ്പിക്കുകയാണ്.